A group consists of 4 girls and 7 boys. In how many ways a team of 5 members be selected if the team has first no girls, second at least 1 boy and 1 girl, third at least 3 girls. First നമുക്ക് എന്തൊക്കെയാണ് given എന്ന് നോക്കാം. Okay, a group consists of 4 girls and 7 boys. Okay, so total number of girls in a group എത്രയാ 4 and total number of boys in a group is equal to 7 boys. 7. Next part, in how many ways a team of 5 members be selected? Okay, so total number of members to be selected in a team എത്രയാണ് 5 members-നെ നമുക്ക് സെലക്ട് ചെയ്യണം അല്ലേ, അതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഗ്രൂപ്പിൽ 4 ഗേൾസ് ആൻഡ് 7 ബോയ്സ് ഉണ്ട്. 5 മെമ്പേഴ്സ് ഉള്ള ഒരു ടീം നമുക്ക് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഈ ഫോളോയിങ് കണ്ടീഷൻസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് 5 മെമ്പേഴ്സ് ഉള്ള ഒരു ടീം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോ ഗേൾസ്, അതായത് ടീമിൽ ഗേൾസ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അതായത് ഫസ്റ്റ് കണ്ടീഷൻ നോ ഗേൾസ് ആണ്. അതായത് ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും ബോയ്സ് ആയിരിക്കണം. ഓക്കെ, ടീമിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 5 ആണ്, 5 ബോയ്സ് ആയിരിക്കണം. ആൻഡ് എത്ര നമ്പർ ഓഫ് ഗേൾസ് 0 ഗേൾസും. ഓക്കെ, ഈ ഒരു ടീമിനെ നമുക്ക് എത്ര നമ്പർ ഓഫ് വേസിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഔട്ട് ഓഫ് 4 ഗേൾസ് ആൻഡ് 7 ബോയ്സ് എന്നതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ് 4 ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 7. ഓക്കെ, ഇനി നമ്പർ ടു ബി ചൂസൺ. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താണ്? നോ ഗേൾസ്, ഗേൾസ് ഉണ്ടാവാൻ പാടില്ല അല്ലേ. സോ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കണം ടീമിൽ 0. ഓക്കെ, സോ നമ്പർ ഓഫ് ബോയ്സ് എത്രയായിരിക്കും? ടീമിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് 5 ആണ്. അതിൽ ഗേൾസ് ഉണ്ടാവാൻ പാടില്ല, ബോയ്സ് മാത്രമാണ്. സോ 5 - 0 5. ഇനി നെക്സ്റ്റ് നമ്പർ ഓഫ് വേസ് ടു ചൂസ്. ദ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ടിങ് ആർ തിങ്സ് ഫ്രം n ഡിഫറെൻറ്റ് തിങ്സ് ഇസ് NCR അല്ലേ. സോ ഇവിടെ നമുക്ക് 6 നമ്പർ ഓഫ് തിങ്സ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ. ഫ്രം ടോട്ടൽ നമ്പർ എത്രയാണ് n. ഓക്കെ, സോ ടോട്ടൽ നമ്പർ 6 വേസിൽ നമുക്ക് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് നമുക്കറിയാം അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 4 ആണ്. ആൻഡ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്, നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് 0 നമ്പർ ഓഫ് ഗേൾസ് ആണ് അല്ലേ. ഓക്കെ, സോ അത് എത്ര നമ്പർ ഓഫ് വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ടോട്ടൽ നമ്പർ 0 4 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സിമിലർലി ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ് 7. ഓക്കെ, ആൻഡ് എത്രയാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത് ഓർ സെലക്ട് ചെയ്യേണ്ടത് 5 അല്ലേ. സോ 7 നമ്പർ ഓഫ് ബോയ്സ് നിന്ന് നമുക്ക് 5 നമ്പർ ഓഫ് ബോയ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്പർ ഓഫ് വേസ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ 7 C 5. ഓക്കെ, നെക്സ്റ്റ് നമുക്കിത് സോൾവ് ചെയ്യാം. 4C0 = 1 ആണ് അല്ലേ. We know that NC0 is 1, so 4C0 is equal to 1. 7C5 is equal to 7 factorial by 5 factorial into 7 minus 5. 7 minus 5 is 2 factorial. Okay, that is equal to 7 into 6 into 5 factorial by 5 factorial into 2 factorial എന്ന് പറഞ്ഞാൽ 2. 3 times 7 into 3 21. ഓക്കെ, സോ 21 വേസിൽ നമുക്ക് 7 ബോയ്സിൽ നിന്നിട്ട് 5 ബോയ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ടോട്ടൽ നമ്പർ ഓഫ് വേസ് ടു ബി സെലക്റ്റഡ് ഇസ് ഈക്വൽ ടു, നമുക്ക് ഇവിടെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. 1 into 21 വേസ്. സോ 21 വേസിൽ നമുക്ക് ഈ കണ്ടീഷന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് 5 മെമ്പേഴ്സ് ഉള്ള ഒരു ടീമിന് ഫ്രം ഈ 4 ഗേൾസ് ആൻഡ് 7 ബോയ്സ് ഉള്ള ഒരു ഗ്രൂപ്പിൽ നിന്നിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ,
ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ. 5 മെമ്പേഴ്സുള്ള ടീമിൽ അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ ഉണ്ടാവണം. ഓക്കെ, അതായത് മിനിമം 1 ബോയ് ആൻഡ് 1 ഗേൾ. ഓക്കെ, അപ്പോൾ 1-നേക്കാളും കൂടുതലാവാം, മോർ ദാൻ 1 ആവാം, പക്ഷെങ്കിൽ ലെസ് ദാൻ 1 ആവാൻ പാടില്ല. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 5 മെമ്പേഴ്സുള്ള ടീമിൽ അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ ഉണ്ടാവണം. സോ നമുക്ക് എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 1 ഗേൾ ആൻഡ് റിമൈനിങ് ബോയ്സ്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമ്പർ 5 ആണ്. സോ 5 - 1 4 ബോയ്സ്. ഓക്കെ, നെക്സ്റ്റ് 2 girls and remaining boys. 5 - 2 3 boys. Next option 3 girls and 5 - 3 2 boys. Next 4 girls and 5 - 4 1 boy. സോ ഈ 4 ഓപ്ഷൻസ് ആണ് പോസിബിൾ അല്ലേ? സോ ഈ എല്ലാ കോമ്പിനേഷനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് എങ്ങനെ നമുക്ക് 5 മെമ്പേഴ്സ് ഉള്ള ടീമിന് ഈ ഒരു കണ്ടീഷന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ 1 ഗേൾ ആൻഡ് 4 ബോയ്സ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 4 C. 4 ഗേൾസ് നമുക്ക് 1 ഗേളിനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലേ? സോ 4C 1 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇൻറ്റു ആൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക അല്ലേ? നെക്സ്റ്റ് 4 ബോയ്സ്, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 7 ബോയ്സ് എന്ന് നമുക്ക് 7C 4 ബോയ്സിനെ സെലക്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ ടു വി നോ ദാറ്റ് NC1 എന്ന് പറഞ്ഞാൽ n ആണ് അല്ലേ? സോ 4C 1 is equal to 4. ഓക്കെ, ഇൻറ്റു നെക്സ്റ്റ് 7C4 7 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 7 - 4 that is 3 factorial. Okay, that is equal to 4 into 7 into 6 into 5 into 4 factorial by 4 factorial into 3 factorial is 6 equal to 4 into 5 20 into 7 140. Okay, so 140 വേസിൽ 1 ഗേൾ ആൻഡ് 4 ബോയ്സ് ഉള്ള ഒരു ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ഇനി സെക്കൻഡ് ഓപ്ഷൻ 2 ഗേൾസ് ആൻഡ് 3 ബോയ്സ്. ഓക്കെ, സോ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 4 ആണ്. 4C എത്ര സെലക്ട് ചെയ്യേണ്ടത്? 2 ഗേൾസിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻറ്റു 3 ബോയ്സിനെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 7C 3. ഓക്കെ, ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 4 - 2 is 2 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 7 - 3 that is 4 ഫാക്ടോറിയൽ ഈക്വൽ ടു 4 into 3 into 2 factorial by 2 factorial into 2 factorial എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 അല്ലേ? ഇൻറ്റു 7 ഫാക്ടോറിയൽ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 2 6 ഇൻറ്റു 4 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. നെക്സ്റ്റ് 4 ഫാക്ടോറിയൽ ആൻഡ് 4 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. 6 ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു 2 into 3 6 into 5 30 into 7 3 into 7 21. സോ 210 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. സോ 210 വേസിൽ 2 ഗേൾസ് ആൻഡ് 3 ബോയ്സ് ഉള്ള ഒരു ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ് അല്ലേ?
സോ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 4C സെലക്ട് ചെയ്യേണ്ടത് 3 ഗേൾസിന് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 7C സെലക്ട് ചെയ്യേണ്ടത് 2 ബോയ്സിന് 2 ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 3 1 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ by 2 factorial into 7 minus 2 is 5 factorial equal to 4 into 3 factorial by 3 factorial into 7 into 6 into 5 factorial by 2 factorial എന്ന് പറഞ്ഞാൽ 2 into 5 factorial cancel ചെയ്യാം 2 times 7 into 6 42 42 into 2 84 so 84 വേസിൽ 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ് ഉള്ള ഒരു ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലേ. ഇനി നെക്സ്റ്റ് 4 ഗേൾസ് ആൻഡ് 1 ബോയ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 4 ആണ്. 4C4 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 7 ആണ്. 7C സെലക്ട് ചെയ്യേണ്ടത് 1 ഓക്കെ. ആൻഡ് വി നോ ദാറ്റ് NCN ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും അല്ലേ. ഇനി അതേപോലെ NC1 ഇസ് ഈക്വൽ ടു N. സോ 4C4 ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 7C1 ഇസ് ഈക്വൽ ടു 7 ആയിരിക്കും. 1 ഇൻറ്റു 7 ഇസ് 7. സോ 7 നമ്പർ ഓഫ് വേസിൽ 4 ഗേൾസ് ആൻഡ് 1 ബോയ് ഉള്ള ഒരു ടീം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ ഉള്ള ഒരു ടീമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. സോ അത് എത്ര നമ്പർ ഓഫ് വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ കോമ്പിനേഷൻസ് ഒക്കെ ആഡ് ചെയ്യാം. സോ ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഈക്വൽ ടു ഓപ്ഷൻ 1 ഗേൾ ആൻഡ് 4 ബോയ്സിന് നമുക്ക് 140 വേസിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ 140 പ്ലസ് നെക്സ്റ്റ് 210, അതായത് 2 ഗേൾസ് ആൻഡ് 3 ബോയ്സ് നമുക്ക് 210 വേസിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 3 ഗേൾസ് ആൻഡ് 2 ബോയ്സിന് നമുക്ക് 84 വേസിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് അറ്റ് ലാസ്റ്റ് 4 ഗേൾസ് ആൻഡ് 1 ബോയിനെ നമുക്ക് 7 വേസിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 441 കിട്ടും. ഓക്കെ. സോ 441 വേസിൽ 5 മെമ്പേഴ്സ് ഉള്ള ഒരു ടീമിൽ അറ്റ്ലീസ്റ്റ് 1 ബോയ് ആൻഡ് 1 ഗേൾ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഇനി നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. അറ്റ്ലീസ്റ്റ് 3 ഗേൾ. സോ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇവിടെ കണ്ടീഷൻ ടീമിൽ 5 മെമ്പേഴ്സുള്ള ടീമിൽ അറ്റ്ലീസ്റ്റ് 3 ഗേൾസ്, അതായത് മിനിമം 3 നമ്പർ ഓഫ് ഗേൾസ് ഉണ്ടാവണം അല്ലേ. സോ ഫസ്റ്റ് ഓപ്ഷൻ 3 ഗേൾസ് ആൻഡ് 5 മൈനസ് 3 എത്രയാണ്? 2 ബോയ്സ്. നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ 4 ഗേൾസ് ആൻഡ് 5 മൈനസ് 4 1 ബോയ്. ഇതും പോസിബിളാണ്. ഓക്കെ. ഇനി ഓപ്ഷൻസ് ഉണ്ടോ? നമ്മൾ ടോട്ടൽ 5 മെമ്പേഴ്സുള്ള ടീമാണ്. സോ 5 ഗേൾസ് ആവാം അല്ലേ. ഇവിടെ നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 4 ആണ്. ഓക്കെ. സോ ഈ 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇത് സോൾവ് ചെയ്യാം. സോ 3 ഗേൾസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് 4 ഗേൾസ് ആണ്. അതിൽ നിന്ന് നമുക്ക് 3 ഗേൾസിനെ സെലക്ട് ചെയ്യണം. ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 7 ആണ്. അതിൽ നിന്ന് നമുക്ക് 2 ബോയ്സിനെ സെലക്ട് ചെയ്യണം. ഓക്കെ. ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 3 ഇസ് 1 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 7 മൈനസ് 2 ഇസ് 5 factorial equal to 4 into 3 factorial by 3 factorial into 7 into 6 into 5 factorial by 2 factorial എന്ന് പറഞ്ഞാൽ 2 into 5 factorial. ക്യാൻസൽ ചെയ്യാം. Okay, so 7 into 6 is 42 into 2 84 വേസിൽ. സോ 84 വേസിൽ നമുക്ക് 3 ഗേൾസ് ആൻഡ് 2 ബോയ്സ് ഉള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ 4 ഗേൾസ് ആൻഡ് 1 ബോയ്.
ഓക്കെ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? 4 ആണ്. 4C എത്ര നമ്പർ ഓഫ് ഗേൾസിനെ സെലക്ട് ചെയ്യേണ്ടത്? 4 ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് 7 ആണ്. 7C എത്ര നമ്പർ ഓഫ് ബോയിനെ സെലക്ട് ചെയ്യേണ്ടത്? 1 ഈക്വൽ ടു 4C4 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ? ബിക്കോസ് വി നോ ദറ്റ് NCN ഈക്വൽ ടു 1. അതേപോലെ 7C1 7C1 ഇസ് ഈക്വൽ ടു 7 ആണ്. ബിക്കോസ് NC1 ഇസ് N നമുക്കറിയാം. 1 ഇൻറ്റു 7 ഇസ് 7. സോ 7 വേസിൽ 4 ഗേൾസ് ആൻഡ് 1 ബോയ് ഉള്ള ടീമിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ടോട്ടൽ നമ്പർ ഓഫ് വേസ് എത്രയായിരിക്കും? അതായത് അറ്റ്ലീസ്റ്റ് 3 ഗേൾസ് ഉള്ള ഒരു ടീമിനെ നമുക്ക് എത്ര നമ്പർ ഓഫ് വേസിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? 84 + 7 = 91 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ.